കാത്തിരുന്ന തലസ്ഥാനം കയ്യിൽ പിടിച്ചിട്ടും ബി.ജെ.പിക്ക് നേരെ ചൊവ്വെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒരു മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ നെട്ടോട്ടം ഓടുകയാണ് ബി.ജെ.പി. ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം കൈപ്പിടിയിലാക്കിയെന്ന അഹങ്കാരത്തിൽ നിന്നും താഴെ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളും തമ്മിൽ തല്ലും ചർച്ചയാവുകയാണ്. ആരായിരിക്കും തിരുവനന്തപുരത്ത് മേയർ എന്ന് ഉറ്റുനോക്കുന്നതിനിടയിലേക്ക് തന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് പറക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ DGPയുമായ ആർ ശ്രീലേഖ, സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് എന്നിവരുടെ പേരുകളാണ് ഈ മേയർ സ്ഥാനാർത്ഥികളുടെ പേരിൽ സജീവ പരിഗണനയിലുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ RSS സമർപ്പിച്ചിട്ടുള്ള പേരുകൾ കൂടി പരിശോധിച്ച ശേഷം ഒരു പേര് അന്തിമമായിട്ട് നിർദ്ദേശിക്കാനാണ് സാധ്യത. മേയർ സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പാർട്ടി പ്രതിനിധിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുകയില്ല. അത്ഭുതങ്ങളോ അട്ടിമറികളോ സംഭവിച്ചില്ലെങ്കിൽ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ മേയർ ആകും എന്നൊരു സൂചന കൂടി ഇവിടെ ഉണ്ട്. RSSും രാജേഷിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എന്നതാണ് ഈ രാജേഷിനുള്ള സാധ്യത ഏറാനുള്ള പ്രധാന കാരണം. രാഷ്ട്രീയ പ്രവർത്തന അനുഭവമുള്ളയാൾ തന്നെ മേയർ സ്ഥാനത്തേക്ക് എത്തണമെന്നാണ് RSSന്റെ അഭിപ്രായവും. ഇപ്പോൾ ബംഗളൂരുവിലുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നോ നാളെയോ ഡൽഹിയിലേക്ക് പോയിട്ട് കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നതോടെ മേയർ ആരാകണമെന്നതിൽ ഒരു ധാരണയുണ്ടാകും. മുൻ DGP ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകാൻ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏത് സ്ഥാനവും ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് എന്നവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 20-ന് വിജയിച്ച കൗൺസിലർമാരുടെ യോഗം ചേരും. അന്നു തന്നെ നേതാവിനെ പ്രഖ്യാപിക്കുകയും ചെയ്യും. മുൻ കൗൺസിലുകളിൽ അംഗങ്ങളായ ഒട്ടേറെ പേർ നിലവിലെ കൗൺസിലും അംഗങ്ങളാണ്. പരിചയസമ്പത്ത് മാനദണ്ഡമാക്കിയാൽ ഇവരിൽ മിക്കവർക്കും സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ ലഭിക്കും. LDF, UDF കക്ഷികൾ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നൽകേണ്ട എന്ന നിലപാട് എടുത്തിട്ടുള്ളത് കൊണ്ട് മിക്കവരും യുവാക്കളാണെന്നതുകൊണ്ടും ഭൂരിഭാഗം പേർക്കും അവസരം ലഭിക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയുള്ള CPM പരീക്ഷണം പാളിയത് മുന്നിലുള്ളതിനാൽ പരിചയസമ്പന്നർക്ക് തന്നെയാകും ബി.ജെ.പി. മുൻഗണന നൽകുകയെന്ന് അറിയുന്നുണ്ട്. അതേസമയം ഒരു വമ്പൻ നീക്കം തിരുവനന്തപുരത്ത് നടത്തുവാൻ ഒരുങ്ങുകയാണ് കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ആദ്യമേ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് തദ്ദേശ ഗോതയിലേക്ക് കാലെടുത്ത് വെച്ചത്. ഇപ്പോഴത്തെ ജയിച്ചിട്ടും ഒരു മേയറെ കണ്ടെത്താൻ കഴിയാതെ വിയർപ്പുമുട്ടുന്ന ബി.ജെ.പിക്ക് മുന്നിലേക്ക് മുരളീധരൻ ഒരു ചെക്ക് വെച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് UDF സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് ബി.ജെ.പിയെ പൂട്ടിക്കൊണ്ട് മുരളീധരന്റെ പ്രഖ്യാപനം. ജനവിധി അട്ടിമറിക്കില്ല എന്നും അട്ടിമറിക്കാൻ ഞങ്ങളില്ല എന്നും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലും ഏർപ്പെടില്ല എന്നും UDF വ്യക്തമായി പ്രസ്താവിക്കുന്നു എന്നും അദ്ദേഹം പറയുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും തടഞ്ഞ വെള്ളറട, മലയൻകീഴ് എന്നീ പ്രതീക്ഷ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് UDF സമ്മതിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് മേയറെ കണ്ടെത്താൻ പെടാപ്പാട് പെടുന്ന ബി.ജെ.പിക്ക് മുന്നിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുരളീധരൻ ഇവിടെ കത്രിക പൂട്ടുന്നത്.